ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ഒന്നല്ല കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. ദാഹവും മാറും, അതേപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യവും നിറവും വർദ്ധിക്കും. കുട്ടികൾക്കായാലും ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെല്ലാം അറിഞ്ഞ് തന്നെ നിങ്ങളിത് കുടിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ നിറം വെക്കാനും സൗന്ദര്യം വർദ്ധിക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ചോയ്സാണിത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും വേണ്ടി പറ്റും. ആദ്യം വേണ്ടത് ഈ കാണുന്നത് പോലെ തന്നെ ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് നല്ല തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ക്യാരറ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ പുഴുങ്ങാണ്ട് തന്നെ അടിക്കാം. പുഴുങ്ങിയെടുത്ത ജ്യൂസിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുക പുഴുങ്ങാണ്ട് എടുക്കുന്നതാണ്. നിങ്ങൾ ഈ ഗ്ലൂട്ടാത്തിയോൺ ഡ്രിങ്ക് എല്ലാം കേട്ടിട്ടുണ്ടാവില്ല, ABC ജ്യൂസ് എല്ലാം കേട്ടിട്ടുണ്ടാവും. അതേ ഗുണമാണ് ഈ ഒരു ജ്യൂസിനും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ക്യാരറ്റ് തൊലി കളഞ്ഞ് ഒന്നെങ്കിൽ പുഴുങ്ങിയെടുക്കുക, അല്ലെങ്കിൽ പുഴുങ്ങാണ്ട് തന്നെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി നിങ്ങൾ തയ്യാറാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൽ ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് നല്ല മഷി പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരിക്കൊന്നും ചെയ്യണ്ട, അരിക്കാണ്ട് നിങ്ങളിത് കുടിക്കുക. ദിവസവും ഈവനിങ് ടൈമിൽ നിങ്ങളിങ്ങനെ കുടിക്കുക എന്നാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ചർമ്മത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഗ്ലാസ് കൂടുതൽ കുടിക്കേണ്ട കേട്ടോ, ഒറ്റൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി. ഗുണമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും എടുത്ത് കുടിക്കേണ്ട ആവശ്യമില്ല. എന്തൊരു സാധനമായാലും അധികമായാലും അമൃതം വിഷമെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ജ്യൂസ് അടിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇത് കുടിച്ചാലുള്ള പ്രധാന ഗുണങ്ങൾ എന്തെന്നാണെന്ന് വെച്ചാൽ ചർമ്മത്തിൻ്റെ നിറം, അതായത് തിളക്കമുള്ളതാക്കും. ക്യാരറ്റിലുള്ള ബീറ്റാ കരോട്ടീന് നമ്മളെ രക്തം ശുദ്ധമാക്കാനും ചർമ്മത്തിൽ പ്രകാശം കൊണ്ടുവരാനും സഹായിക്കും. പ്രകാശം കൊണ്ടുവരാൻ നല്ല ബ്രൈറ്റ് ആവും. തിളക്കമുള്ള ആകർഷകമായ നമ്മുടെ സ്കിന്നിന് ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണ്. തേങ്ങാപ്പാൽ പ്രകൃതിദത്തമായ ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. നമ്മളെ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക്, ചർമ്മം വരേണ്ടവർക്ക്, പിന്നെ സ്കിന്നിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത്, ഈ എന്താ പറയുക, സ്കിന്നിൽ ഭയങ്കര ഒരു ഹാഷ് പോലെ ഉണ്ടാവില്ലേ, അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ആൻറ്റി ഏജിങ് ഗുണങ്ങൾ, നമ്മളെ പ്രായം കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രായം തോന്നിക്കൂല അങ്ങനെയുള്ളൊരു ചർമ്മം കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ജ്യൂസിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും അതേപോലെ തേങ്ങാപ്പാലിലെ നാച്ചുറൽ കൊഴുപ്പുകളും ചേർന്ന് സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയി നിലനിർത്താൻ സഹായിക്കും. അതുപോലെ ചുമട്ട് പോലുള്ള ചർമ്മവും കുറക്കും കേട്ടോ. പിന്നെ മെയിനായിട്ട് എല്ലാവർക്കുള്ള പ്രശ്നമാണ് പിമ്പിൾസ്, ബ്ലാക്ക് സ്പോട്ട്, അതായത് കറുത്ത പാടുകൾ, ഇതെല്ലാം കുറക്കും. രക്തശുദ്ധിയും അതേപോലെ തന്നെ വിറ്റാമിൻ എയും ചർമ്മരോഗങ്ങൾ കുറക്കാൻ വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ സൺ ടാന്, ചർമ്മം കറുപ്പാകുന്നത് തുടങ്ങിയതിൽ നിന്നുള്ള സംരക്ഷണത്തിന് ഇത് അടിപൊളി ജ്യൂസാണ് കേട്ടോ. ഈ ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിന് ഉൾപ്രതിരോധ ശേഷി നൽകും. അതുപോലെ തന്നെ ചർമ്മം ഊതിയോ കറുപ്പായോ പോകുന്നത് നന്നായിട്ട് കുറയും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ എപ്പോൾ കുടിക്കണം എന്നുള്ളത്. ഉണങ്ങിയ വയറ്റിൽ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 3-4 ദിവസം വാരത്തിൽ ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതായിരിക്കും. അതായത് 3-4 ദിവസം നമുക്ക് എംപ്റ്റി സ്റ്റൊമക്ക് കുടിച്ചാൽ ഇത് അടിപൊളിയാണ്. പിന്നെ 1-2 ക്യാരറ്റ് നിങ്ങൾക്ക് എടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ, തണുത്ത തേങ്ങാപ്പാലാണെങ്കിൽ അത് അങ്ങനെ കുടിക്കുക. അതേപോലെ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേന് അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി എല്ലാം മുറിച്ചിട്ടിട്ട് അടിക്കുക കേട്ടോ. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഷുഗർ ഇട്ടിട്ട് അടിക്കരുത്, എന്താ പറയുക, പഞ്ചസാര ഇട്ടടിക്കരുത്. പഞ്ചസാര നമ്മളെ ചർമ്മത്തിന് വലിയ നല്ലതല്ല. ഏജ് കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചസാര കാരണക്കാരനാവും. അതുപോലെ തന്നെ ശരീരത്തിന് നല്ലതല്ലല്ലോ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ദിവസം ഇത് തുടർച്ചയായിട്ട് കുടിക്കരുത്, ഒരുപാട് ദിവസം കേട്ടോ. കാരണം ഇതിലുള്ള ബി കെരോട്ടീന് ചർമ്മത്തിന് ഓറഞ്ച് ഷെയ്ഡ് നൽകും. അപ്പോൾ പാൽ അലർജി ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പ്രസവം കാത്തിരിക്കുന്നവർ ഡോക്ടറുടെ ഉപദേശം ചോദിച്ച ശേഷം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. പിന്നെ ചുരുക്കത്തിൽ ഇത് പറയാനാണെങ്കിൽ ക്യാരറ്റും തേങ്ങാപ്പാലും ചർമ്മം തിളക്കമുള്ളതാക്കാനും ഡ്രൈ സ്കിൻ ഇല്ലാണ്ടാക്കാനും ബ്ലെമിഷ്, പാടുകൾ, ഉരുണ്ട ചർമ്മം എന്നിവയ്ക്ക് ഏറ്റവും ശമനം നൽകാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ശരീരത്തിനകത്തുനിന്നും പുറത്തു നിന്നുള്ള ഗ്ലോ നൽകാനും എല്ലാം സഹായിക്കും. ഇതിൻ്റെ പേര് തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ജ്യൂസ് എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജ്യൂസ് തയ്യാറാക്കി കുടിക്കുക. ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ആഡ് ചെയ്യരുത്. നിങ്ങൾക്ക് തേനോ ഇഞ്ചിയോ കൂടി ഇതിലേക്ക്
ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും തേനും ഇഞ്ചിയൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാലും ക്യാരറ്റുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. തുടർച്ചയായി ഒരുപാട് കാലമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുടിച്ചാലും മതി, അതും നല്ലൊരു റിസൾട്ട് തന്നെ തരും. എംപ്റ്റി സ്റ്റൊമക്ക് കുടിക്കുക, അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ കുടിക്കുക, നിങ്ങൾ കംഫർട്ടബിളിനനുസരിച്ചിട്ട് കുടിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.